എല്ലാവർക്കും നമസ്കാരം. മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിളിലെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ക്ലച്ച് സ്ലിപ്പ്, ക്ലച്ച് നോയ്സ്, ക്ലച്ച് ബൈൻഡിംഗ്, ഹാർഡ് ക്ലച്ച്, ഗിയർ ബോക്സ് നോയ്സ്, ഗിയർ സ്ലിപ്പ്, റിയർ ആക്സിൽ നോയ്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് നോയ്സ്, യൂണിവേഴ്സൽ ജോയിന്റ് നോയ്സ്, ഡിഫറൻഷ്യൽ നോയ്സ് എന്നിവയ്ക്കുള്ള കാരണങ്ങളും പരിഹാരവും നമുക്ക് പഠിക്കാം. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും. ക്ലച്ച് സ്ലിപ്പ്, ക്ലച്ച് ബൈൻഡിംഗ്, ഹാർഡ് ക്ലച്ച്, ഗിയർ സ്ലിപ്പ് എന്നിവ ശരിയാക്കുക. ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, യൂണിവേഴ്സൽ ജോയിന്റ്, റിയർ ആക്സിൽ എന്നിവയിലെ ശബ്ദം പരിഹരിക്കുക. ഇത് ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങൾ നമുക്ക് ശേഖരിക്കാം. ചൈനീസ് ടൂൾ കിറ്റ് 1, ഫീലർ ഗേജ് 20 ബ്ലേഡ്സ് മെട്രിക് 1, സർക്ലിപ്പ് പ്ലെയർ 1, ഹെവി വെഹിക്കിൾ 1, കെറോസിൻ ആസ് റിക്വയർഡ്, ബനിയൻ ക്ലോത്ത് as required, grease as required, cleaning tray as required, SAE 90 EP or 140 oil as required, soap oil as required. ക്ലച്ച് സ്ലിപ്പ് ശരിയാക്കുക. ഇനി പറയുന്നവ പരിശോധിക്കുക. പെഡൽ ഫ്രീ പ്ലേ വളരെ കുറവാണെന്ന് കണ്ടെത്തിയാൽ ക്രമീകരിക്കുക. ക്ലച്ച് ഫിംഗർ തെറ്റായി ക്രമീകരിച്ചതായി കണ്ടെത്തിയാൽ ക്രമീകരിക്കുക. ക്ലച്ച് പ്ലേറ്റ് കേടായതായി കണ്ടെത്തിയാൽ റീലൈൻ ചെയ്യുക. പ്രഷർ പ്ലേറ്റ്, ഫ്ലൈവീൽ ഫേസ് ഔട്ട് അമിതമാണെങ്കിൽ റീഗ്രൗണ്ട് അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുക. പ്രഷർ സ്പ്രിംഗ് ദുർബലമാണെന്ന് കണ്ടെത്തിയാൽ മാറ്റി സ്ഥാപിക്കുക. ക്ലച്ച് ബൈൻഡിംഗ് ശരിയാക്കുക. ഇനി പറയുന്നവ പരിശോധിക്കുക. ലിങ്കേജുകളിലുള്ള ബെൻഡുകൾ, വളവുകൾ കണ്ടെത്തിയാൽ നീക്കം ചെയ്യുകയോ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യുക. പെഡൽ ഫ്രീ പ്ലേ അമിതമാണെന്ന് കണ്ടെത്തിയാൽ ക്രമീകരിക്കുക. പ്രഷർ പ്ലേറ്റ് അല്ലെങ്കിൽ ഫ്ലൈ വീൽ വിള്ളൽ കണ്ടെത്തിയാൽ മാറ്റി സ്ഥാപിക്കുക. ക്ലച്ച് പ്ലേറ്റ് വിള്ളൽ കണ്ടെത്തിയാൽ മാറ്റി സ്ഥാപിക്കുക. ക്ലച്ച് ഫിംഗറുകൾ ശരിയായി ക്രമീകരിച്ചില്ലെങ്കിൽ ക്രമീകരിക്കുക. ഹാർഡ് ക്ലച്ച് ഇനി പറയുന്നവ പരിശോധിക്കുക. ലിങ്കേജുകൾ ബെൻസ് കണ്ടെത്തിയാൽ നീക്കം ചെയ്യുകയോ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യുക. ജോയിന്റുകൾ ലൂബ്രിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ലൂബ്രിക്കേറ്റ് ചെയ്യുക. ഗിയർ സ്ലിപ്പ് ഇനി പറയുന്നവ പരിശോധിക്കുക. ഗിയർ ലിവർ, സെലക്ടർ റോഡ് ശരിയായി ക്രമീകരിച്ചില്ലെങ്കിൽ ക്രമീകരിക്കുക. ലോക്ക് സ്പ്രിംഗ് ദുർബലമാണെന്ന് കണ്ടെത്തിയാൽ മാറ്റി സ്ഥാപിക്കുക. ലോക്കിംഗ് ബോൾ പിൻ തേയ്മാനം സംഭവിച്ചതായി കണ്ടെത്തിയാൽ മാറ്റി സ്ഥാപിക്കുക. ക്ലച്ചിലെ ശബ്ദം ശരിയാക്കുക. ക്ലച്ച് അസംബ്ലിയിലാണ് ശബ്ദം വരുന്നതെങ്കിൽ ക്ലച്ചിൽ ഏർപ്പെടുമ്പോൾ ശബ്ദം കേൾക്കുന്നതാണ് ലക്ഷണം. കാരണങ്ങൾ താഴെ പറയുന്നവയാവാം. അപര്യാപ്തമായ പെഡൽ പ്ലേ, അനുചിതമായ ക്ലച്ച് ലിവർ ക്രമീകരണം, ത്രസ്റ്റ് ബെയറിംഗും റിലീസ് ലിവറുകളും പിടിച്ചെടുക്കൽ, തകർന്നതോ ദുർബലമായതോ ആയ ഫോർക്ക് ലിവർ റിട്ടേൺ സ്പ്രിംഗ്, ഡ്രിവൻ പ്ലേറ്റ് ഹബിലും ക്ലച്ച് ഷാഫ്റ്റ് സ്പ്ലൈനുകളിലും അമിതമായ ക്ലിയറൻസ്, ഉണങ്ങിയ അല്ലെങ്കിൽ അഴുക്ക് ക്ലച്ച് ലിങ്കേജുകൾ. പ്രതിവിധികൾ അവ ക്രമീകരിക്കുകയോ പുനഃക്രമീകരിക്കുകയോ ശരിയാക്കുകയോ മാറ്റി സ്ഥാപിക്കുകയോ വൃത്തിയാക്കുകയോ ലൂബ്രിക്കേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതുണ്ട്. ക്ലച്ച് അസംബ്ലിയിലെ ശബ്ദം. ലക്ഷണം: ശബ്ദമുണ്ടാക്കുന്നത് തുടരുന്നു, എന്നാൽ ക്ലച്ച് വിച്ഛേദിക്കുമ്പോൾ ശബ്ദം അപ്രത്യക്ഷമാകും. ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാനത്തെ ശബ്ദങ്ങൾ. കാരണങ്ങൾ: എഞ്ചിന്റെയും ട്രാൻസ്മിഷന്റെയും തെറ്റായ ക്രമീകരണം, അത് പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. ഫ്രിക്ഷൻ ഡിസ്ക് ടോർഷൻ സ്പ്രിങ്ങുകൾ ദുർബലമോ തകർന്നതോ ആണ്, അവിടെ ഞങ്ങൾ ക്ലച്ച് ഡിസ്ക് മാറ്റി സ്ഥാപിക്കുന്നു. ഫ്രിക്ഷൻ ഡിസ്ക് ഹബും ക്ലച്ച് ഷാഫ്റ്റ് സ്പ്ലൈനുകളും നശിച്ചതിനാൽ അവ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്ന ദുർബലമായ അല്ലെങ്കിൽ തകർന്ന പ്രഷർ സ്പ്രിങ്ങുകൾ. മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്ന ദുർബലമായ അല്ലെങ്കിൽ തകർന്ന ആന്റി റാറ്റിൽ സ്പ്രിങ്ങുകൾ. തേഞ്ഞു തീർന്ന എന്നാൽ മാറ്റി സ്ഥാപിക്കാനാകുന്ന ഫ്ലൈ വീൽ പൈലറ്റ് ബുഷിംഗ്. മാറ്റി സ്ഥാപിക്കാനാകുന്ന ക്രാക്ക് ചെയ്ത പ്രഷർ പ്ലേറ്റ് അല്ലെങ്കിൽ ഫ്ലൈ വീൽ. കേടായാൽ മാറ്റി സ്ഥാപിക്കാവുന്ന റിലീസ് ബെയറിംഗ് ഹോൾഡറിന്റെ ഫൾക്രം. ക്ലച്ച് അസംബ്ലിയിൽ ശബ്ദമുണ്ടെങ്കിൽ അത് ഏർപ്പെട്ടിരിക്കുന്നതും വേർപെടുത്തിയതുമായ സ്ഥാനങ്ങളിൽ ആയിരിക്കുമ്പോൾ 2 ഡ്രൈ പ്ലേറ്റ് ഹബിലും തുടർച്ചയായ ശബ്ദമാണ് ലക്ഷണം. കാരണങ്ങൾ: മാറ്റി സ്ഥാപിക്കാവുന്ന ക്ലച്ച് ഷാഫ്റ്റിലെ വർക്ക് സ്പ്ലൈനുകൾ. ഫ്രിക്ഷൻ ഡിസ്ക് ഡാമ്പർ സ്പ്രിങ്ങുകൾ തകർന്നതോ ദുർബലമായതോ ആയതിനാൽ മാറ്റി സ്ഥാപിക്കാനാകും. എഞ്ചിന്റെയും ട്രാൻസ്മിഷന്റെയും മിസ് അലൈൻമെന്റ് പുനഃക്രമീകരിക്കാൻ കഴിയും. മാറ്റി സ്ഥാപിക്കാവുന്ന വോൺ അല്ലെങ്കിൽ ഡ്രൈ ക്ലച്ച് റിലീസ് ബെയറിംഗ്. ശരിയായി ക്രമീകരിക്കാത്ത റിലീസ് ലിവറുകൾ വീണ്ടും ക്രമീകരിക്കേണ്ടതുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ് വർക്കിലെ പൈലറ്റ് ബെയറിംഗ് അല്ലെങ്കിൽ ഡ്രൈ മാറ്റേണ്ടതുണ്ട്. ഒരു ഡയഫ്രം സ്പ്രിംഗ് ക്ലച്ചിൽ റിട്രാക്റ്റിംഗ് സ്പ്രിംഗ് തേയ്മാനം കാരണമാണെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. ലൂസ് റിലീസ് ഫോർക്ക് മൗണ്ടിംഗ് ശക്തമാക്കേണ്ടതുണ്ട്. റിലീസ് ലിവറുകൾ സ്ട്രൈക്കിംഗ് ക്ലച്ച് കവർ ആണെങ്കിൽ അവ തകരാറിലാണെങ്കിൽ അവ ശരിയാക്കേണ്ടതുണ്ട്. ഗിയർ ബോക്സിലെ ശബ്ദം.
ഗിയർ ബോക്സ് ന്യൂട്രൽ പൊസിഷനിൽ ശബ്ദം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഗിയർ ന്യൂട്രൽ പൊസിഷനിൽ ശബ്ദം പ്രത്യക്ഷപ്പെടുന്നതാണ് ലക്ഷണം. കാരണങ്ങൾ: മാറ്റിസ്ഥാപിക്കാവുന്ന ക്ലച്ച് ഷാഫ്റ്റ് ബെയറിംഗ് അല്ലെങ്കിൽ സ്പിഗോട്ട് ബെയറിംഗ്. ജീർണിച്ച ഗിയർ ടീറ്റുകൾ മാറ്റിസ്ഥാപിക്കാം. കൗണ്ടർ ഷാഫ്റ്റിലോ ഗിയറിലോ വളരെയധികം എൻഡ് പ്ലേ ക്രമീകരിക്കാൻ കഴിയും. തേഞ്ഞതോ ഡ്രൈ ആയതോ ആയ കൗണ്ടർ ഷാഫ്റ്റ് ബെയറിംഗുകൾ മാറ്റിസ്ഥാപിക്കാം. എഞ്ചിനുമായി മിസ്അലൈനായ ട്രാൻസ്മിഷൻ റീ അലൈൻ ചെയ്യുവാൻ കഴിയും. ഗിയർ വീലുകൾക്കിടയിൽ ഡ്രൈവിംഗ് ഗിയറുകളിൽ വളരെയധികം ബാക്ക്ലാഷ് ആയാൽ അത് മാറ്റിസ്ഥാപിക്കാം. അപര്യാപ്തവും തെറ്റായതുമായ ലൂബ്രിക്കൻ്റ് കാരണമാണെങ്കിൽ അവിടെ എണ്ണ മാറ്റാൻ ശുപാർശ ചെയ്യുന്നു. ഗ്രോവുകളിൽ ഉരസുന്ന ഗിയർ ഷിഫ്റ്റിംഗ് ഫോർക്കുകൾ ക്രമീകരിക്കാൻ കഴിയും. ഗിയർ ബോക്സിൽ ശബ്ദം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഗിയർ ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗിയറിൽ ശബ്ദം പ്രത്യക്ഷപ്പെടുന്നതാണ് ലക്ഷണം. കാരണങ്ങൾ: ചിപ്പ് ചെയ്തതോ തകർന്നതോ ആയ ഗിയറുകൾ മാറ്റിസ്ഥാപിക്കാവുന്നതാണ്. ലൂബ്രിക്കൻറ്റുകളുടെ അഭാവം ടോപ്പ് അപ്പ് അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്ത് ലൂബ്രിക്കൻറ്റിൻ്റെ ശരിയായ ഗ്രേഡ് ഉപയോഗിച്ച് റീഫിൽ ചെയ്യണം. കൗണ്ടർ ഷാഫ്റ്റ് ഗിയർ കേടായതോ ഡാമേജ് ആയതോ ആണെങ്കിൽ മാറ്റിസ്ഥാപിക്കാം. പ്രധാന ഷാഫ്റ്റിലെ അയഞ്ഞ ഗിയർ മാറ്റിസ്ഥാപിക്കാം. ഗിയർ ബോക്സിൽ ശബ്ദം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഗിയർ ഇടപഴകുമ്പോഴോ ഒരു പ്രത്യേക ഗിയറിലോ ശബ്ദം പ്രത്യക്ഷപ്പെടുന്നതാണ് ലക്ഷണം. കാരണങ്ങൾ: കേടായതോ വർക്കൗട്ട് ആയതോ ആയ സിങ്ക്രൊണൈസർ റിംഗ് ഗിയർ മാറ്റിസ്ഥാപിക്കാവുന്നതാണ്. കൂടാതെ കൗണ്ടർ ഗിയർ അല്ലെങ്കിൽ ബെയറിംഗ് തേയ്മാനം അല്ലെങ്കിൽ കേടുപാടുകൾ മാറ്റി പകരം വയ്ക്കാം. ഗിയർ ബോക്സിൽ ശബ്ദം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ എല്ലാ ഗിയറുകളിലും ശബ്ദമുണ്ടാകുന്നതാണ് ലക്ഷണം. കാരണങ്ങൾ: എഞ്ചിൻ കേസുമായി തെറ്റായി ക്രമീകരിച്ച ട്രാൻസ്മിഷൻ പുനഃക്രമീകരിക്കാൻ കഴിയും. കേടായ സ്പീഡോമീറ്റർ ഡ്രൈവ് ഗിയർ മാറ്റിസ്ഥാപിക്കാം. ഇൻപുട്ട് ഷാഫ്റ്റ് ബെയറിംഗുകൾ കേടായതോ ഡാമേജ് ആയതോ ആണെങ്കിൽ മാറ്റിസ്ഥാപിക്കാം. കുറഞ്ഞ എണ്ണനില ടോപ്പ് അപ്പ് ചെയ്യാം. മെയിൻ ഷാഫ്റ്റ് റെയർ ബെയറിംഗ് കേടായതോ ഉണങ്ങിയതോ ആണെങ്കിൽ മാറ്റിസ്ഥാപിക്കാം. ഗിയർ ബോക്സിൽ ശബ്ദം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശബ്ദം വരുന്നതാണ് ലക്ഷണം. കാരണങ്ങൾ: ക്ലച്ച് വിച്ഛേദിക്കുന്നില്ല. ക്ലച്ച് പെഡൽ ഫ്രീ പ്ലേ അമിതമാണെങ്കിൽ അത് ക്രമീകരിക്കാൻ കഴിയും. അമിതമായ ഐഡിൽ സ്പീഡ് ക്രമീകരിക്കാൻ കഴിയും. ഷിഫ്റ്റർ ഫോർക്ക് ബെൻഡ് ശരിയാക്കാം. ക്രമീകരണത്തിന് പുറത്തുള്ള ഗിയർ ഷിഫ്റ്റ് ലിങ്കേജ് ക്രമീകരിക്കാൻ കഴിയും. എഞ്ചിൻ്റെ ഐഡ്ലിംഗ് സ്പീഡ് വളരെ കൂടുതലായിരിക്കുമ്പോൾ ക്രമീകരിക്കാൻ കഴിയും. തെറ്റായ ലൂബ്രിക്കൻ്റ് മാറ്റിസ്ഥാപിക്കാം. ഷാഫ്റ്റ് സ്പ്ലൈനുകളും ഗിയർ ടീത്ത് തേയ്മാനങ്ങളും മാറ്റിസ്ഥാപിക്കാം. ക്രമീകരണത്തിന് പുറത്തുള്ള ഇന്റർലോക്കിംഗ് ഡിവൈസ് ലിങ്കേജ് പുനഃക്രമീകരിക്കാൻ കഴിയും. ഷിഫ്റ്റർ ലോക്ക് സ്പ്രിങ്ങുകൾ വളരെ ശക്തമാണെങ്കിൽ അവ മാറ്റിസ്ഥാപിക്കാം. പ്രൊപ്പല്ലർ ഷാഫ്റ്റിലെയും യൂണിവേഴ്സൽ ജോയിന്റിലെയും ശബ്ദം ശരിയാക്കുക. ട്രാൻസ്മിഷൻ ഡ്രൈവ് ലൈനിലോ പ്രൊപ്പല്ലർ ഷാഫ്റ്റിലോ യൂണിവേഴ്സൽ ജോയിന്റുകളിലോ ശബ്ദം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ വാഹനത്തിന്റെ പ്രാരംഭ ചലനത്തിൽ മാത്രം ശബ്ദം കേൾക്കുന്നതാകാം ലക്ഷണം. കാരണങ്ങൾ: യൂണിവേഴ്സൽ ജോയിന്റുകളുടെയോ ബോൾട്ടുകളുടെയോ ലൂസ് ഫ്ലാഞ്ചഡ് യോക്ക് അയഞ്ഞതാണ്. അത് ടൈറ്റ് ചെയ്യുവാൻ കഴിയും. ലൂബ്രിക്കേഷന്റെ അഭാവം മൂലം പഴകിയ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് അല്ലെങ്കിൽ സ്ലിപ്പ് ജോയിന്റ് സ്പ്ലൈനുകൾ മാറ്റി ലൂബ്രിക്കേറ്റ് ചെയ്യാം. തേഞ്ഞതോ കേടായതോ ആയ യൂണിവേഴ്സൽ ജോയിന്റുകൾ മാറ്റിസ്ഥാപിക്കാം. അക്കങ്ങളിൽ ബിയറിംഗ് ഷോർട്ട് നീഡിലുകൾ മാറ്റിസ്ഥാപിക്കാം. വാഹനം ഓടുമ്പോൾ ശബ്ദം കേൾക്കുന്നതാണ് മറ്റൊരു ലക്ഷണം. ഇതിനുള്ള കാരണങ്ങൾ ഇവയൊക്കെ ആവാം. സെന്റർ ബെയറിംഗ് സപ്പോർട്ടിൽ അയഞ്ഞതോ നഷ്ടപ്പെട്ടതോ ആയ ബോൾട്ടിന് ഞങ്ങളൊരു പുതിയ ബോൾട്ട് നൽകുകയും അത് ശക്തമാക്കുകയും ചെയ്യുന്നു. മാറ്റിസ്ഥാപിക്കാവുന്ന ബെൻ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. കേടായ സെന്റർ ജോയിന്റ് ബെയറിംഗും സപ്പോർട്ട് റബ്ബർ പാഡും മാറ്റിസ്ഥാപിക്കുന്നു. പാർക്കിംഗ് ബ്രേക്ക് കേബിളിൽ ഷാഫ്റ്റ് ഉരസുമ്പോൾ ഞങ്ങൾ ബ്രേക്ക് കേബിൾ ശരിയായി സ്ഥാപിക്കുന്നു. അസന്തുലിതമായ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് മാറ്റിസ്ഥാപിക്കുന്നു. വാഹനത്തിന്റെ ഫ്രെയിമിൽ തട്ടുന്ന ജോയിന്റ് അല്ലെങ്കിൽ ഷാഫ്റ്റ് അത് ഉയർത്താൻ ഞങ്ങൾ ഷിമ്മുകൾ ഉപയോഗിക്കുന്നു. ജോയിന്റുകളിൽ ലൂബ്രിക്കേഷന്റെ അഭാവം പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, സ്ലിപ്പ് ജോയിന്റുകൾ എന്നിവയുടെ സ്പ്ലൈനുകളിലും ഗ്രീസ് ഉപയോഗിച്ച് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യൽ ശബ്ദമുണ്ടാകുകയാണെങ്കിൽ പിൻ ചക്രങ്ങളിൽ ശബ്ദമുണ്ടാകുന്നതാകാം ലക്ഷണം. കാരണങ്ങൾ: മാറ്റിസ്ഥാപിക്കാനോ ലൂബ്രിക്കേറ്റ് ചെയ്യാനോ കഴിയുന്ന തേഞ്ഞ അല്ലെങ്കിൽ ഉണങ്ങിയ ഹബ് ബെയറിംഗുകൾ. വളഞ്ഞതോ ട്വിസ്റ്റഡോ ആയ ആക്സിൽ ഷാഫ്റ്റ് വലത്തേക്ക് സെറ്റ് ചെയ്യുവാൻ കഴിയും. ക്രമീകരിക്കാൻ കഴിയുന്ന അമിതമായ ആക്സിൽ എൻഡ് പ്ലേ. മാറ്റിസ്ഥാപിക്കാൻ കഴിയുന്ന ബെൻ വീൽ. അയഞ്ഞ റിയർ ആക്സിൽ നട്ട് വീണ്ടും മുറുക്കാൻ കഴിയും. ഗ്രീസ് ഉപയോഗിച്ച് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആക്സിൽ ബെയറിംഗുകളിൽ ലൂബ്രിക്കൻറ്റിൻ്റെ അഭാവം. അയഞ്ഞ വീൽ നട്ടുകൾ വീണ്ടും മുറുക്കാൻ കഴിയും. റെയർ ആക്സിൽ ശബ്ദം ശരിയാക്കുക. ഡിഫറൻഷ്യൽ റെയർ ആക്സിൽ യൂണിറ്റിലാണ് ശബ്ദമുണ്ടാകുന്നതെങ്കിൽ വാഹനം നേരെ മുന്നോട്ടോടുമ്പോൾ ശബ്ദമുണ്ടാകുന്നതാണ് ലക്ഷണം. കാരണങ്ങൾ: ലെവൽ വരെ ഫീൽ ചെയ്യാൻ കഴിയുന്ന ഡിഫറൻഷ്യലിൽ കുറഞ്ഞ എണ്ണനില. ക്രൗൺ വീലിലും പിനിയനിലുമുള്ള അമിതമായ ബാക്ക്ലാഷ് ക്രമീകരിക്കാൻ കഴിയും. തേഞ്ഞ ഡ്രൈവ് പിനിയനും ക്രൗൺ വീലും ഞങ്ങൾക്ക് പെയറായി മാറ്റാൻ കഴിയും. അയഞ്ഞ ക്രൗൺ വീൽ ബോൾട്ടുകൾ മുറുക്കാം.
കേടായതോ ഡാമേജ് ആയതോ ആയ ഡിഫറൻഷ്യൽ കേസ് ബെയറിങ്ങുകൾ മാറ്റി സ്ഥാപിക്കാം. തേഞ്ഞ ഡ്രൈവ് പിനിയൻ ബെയറിംഗ് മാറ്റി സ്ഥാപിക്കാം. അനുചിതമായ ഡ്രൈവ് പിനിയൻ, ക്രൗൺ വീൽ അഡ്ജസ്റ്റ്മെന്റ് എന്നിവ പുനഃക്രമീകരിക്കാൻ കഴിയും. തിരിവുകളിൽ ശബ്ദമുണ്ടാകുന്നതാണ് മറ്റൊരു ലക്ഷണം. കാരണങ്ങൾ: കേടായതും മാറ്റി സ്ഥാപിക്കാവുന്നതുമായ പിനിയോൺ അല്ലെങ്കിൽ സൺ ഗിയറുകൾ. അയഞ്ഞ പിനിയനുകൾ അല്ലെങ്കിൽ സൺ ഗിയറുകൾ മാറ്റുകയോ ക്രമീകരിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. പിനിയോൺ, സ്റ്റാർ ഗിയറുകൾ എന്നിവയ്ക്കിടയിലുള്ള ബാക്ക്ലാഷ് അമിതമായതിനാൽ മാനുവൽ പരാമർശിച്ച് നമുക്ക് ക്രമീകരണം കുറയ്ക്കാനാകും. ആക്സൽ ഷാഫ്റ്റ് എൻപ്ലേ അമിതമായത് കൃത്യമായ ക്ലിയറൻസിലേക്ക് ക്രമീകരിക്കാം. ഷാഫ്റ്റിൽ ബൈൻഡിംഗ് പിനിയനുകൾ ശരിയാക്കാം. സൺ ഗിയറിനും ഡിഫറൻഷ്യൽ കേസിനുമിടയിൽ കേടായ പ്രതലങ്ങൾ മാറ്റി സ്ഥാപിക്കാം. തേഞ്ഞ സൺ, സ്റ്റാർ ഗിയറുകൾ, ത്രസ്റ്റ് വാഷറുകൾ എന്നിവ മാറ്റി സ്ഥാപിക്കാം. സ്ലാക്ക് അല്ലെങ്കിൽ റഫ് ഹബ് ബെയറിങ്ങുകൾ മാറ്റി സ്ഥാപിക്കാം. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ക്ലച്ച് സ്ലിപ്പ്, ക്ലച്ച് ബൈൻഡിംഗ്, ഹാർഡ് ക്ലച്ച്, ഗിയർ സ്ലിപ്പ് എന്നിവ ശരിയാക്കുക. ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, യൂണിവേഴ്സൽ ജോയിന്റ്, റിയർ ആക്സിൽ എന്നിവയിലെ ശബ്ദം ശരിയാക്കുക എന്നിവ ചെയ്യാൻ കഴിയും. ഈ സെഷനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു.